ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രിയാസ് വ്ലോഗ് വെഞ്ചേഴ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു കിഡിലൻ ബീഫ് മപ്പാസ് ആണ്. അപ്പത്തിനും പൊറോട്ടയ്ക്കുമൊക്കെ ഒരു സൂപ്പർ കോമ്പിനേഷനാണിത്. വീഡിയോയിലേക്ക് പോയാലോ? ആദ്യമായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സബോള എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ടർമറിക് പൗഡറും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം സ്പൈസസ് ആയ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബീഫിൽ നിന്ന് വാട്ടർ റിലീസ് ആകുന്നവരെ ബോയിൽ ചെയ്ത് നല്ലപോലെ വറ്റിച്ചെടുത്ത് ഒരു കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുന്നത് വഴി ബീഫിൻ്റെ രുചി കൂടുതൽ നന്നായി വരികയും കറിക്ക് നല്ല റിച്ച് ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് കുക്കറിലേക്ക് ബീഫിന് ആവശ്യമായ ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായി വേവിച്ചെടുക്കും. പിന്നീട് ആ സെയിം ഉരുളിയിലേക്ക് സബോള, പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ബ്രൗൺ കളർ ആകുന്നവരെ നന്നായി വഴറ്റുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല എന്നിവ ചേർത്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. ഇനി ബീഫ് സ്റ്റോക്കിലേക്ക് മപ്പാസിന് ആവശ്യമായ വെജിറ്റബിൾ ചേർത്ത് വേവിച്ചെടുക്കാം. ഞാൻ ക്യാരറ്റും പൊട്ടറ്റോയുമാണ് എടുത്തത്. ബീഫ് മസാലയിൽ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നേർപ്പിച്ച കോക്കനട്ട് മിൽക്ക്, അതായത് രണ്ടാം പാൽ എന്നൊക്കെ പറയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം മൂടി വയ്ക്കാം. ഇപ്പൊ നോക്കൂ, നമ്മുടെ കറി ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഒന്നാം പാല് കൂടെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി വളരെ ചെറുതായി തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാൻ ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായാൽ ചെറിയ ഉള്ളി, കറിവേപ്പില, അല്പം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കറിയിലേക്ക് ചേർക്കാം. സ്വാദിഷ്ടമായ ബീഫ് മപ്പാസ് റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.